നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ആഴ്ചയിലെ വേൾഡ് മാർക്കറ്റിന്റെ ടോട്ടൽ സെന്റിമെന്റ് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. USD CAD ന്യൂട്രൽ ലെവൽ നിലനിൽക്കാനായിട്ട് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇൻട്രാഡ ലെവലിൽ ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൊമെന്റത്തിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻട്രാഡ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ടാണ് സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ വരും ആഴ്ചയിലായാലും കറണ്ട് ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ ബോത്ത് സൈഡിലേക്ക് മൊമെന്റത്തിന് സാധ്യതയുണ്ട്. ഇൻട്രാഡയിലേക്ക് ബോത്ത് സൈഡിലേക്ക് മൂവ്മെന്റ് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻട്രാഡ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെൽ ട്രെൻഡ് നിലനിൽക്കുന്ന ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലാൻഡ് ഡോളർ, യൂറോ USD, GBP ഇതെല്ലാം സ്റ്റിൽ സെൽ ട്രെൻഡ് തന്നെയാണ് തുടരുന്നത്. അതുപോലെ തന്നെ മീഡിയം സ്ട്രോങ്ങിൽ നിലനിൽക്കുന്ന ഇത് ന്യൂട്രൽ ലെവലിലേക്ക് മാറാനായിട്ടൊരു സാധ്യതയുണ്ട്. അതായത് കൺസോളിഡേഷൻ ലെവലിലേക്കോ നിലനിർത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പോസ്റ്റലിലേക്ക് മൊമെന്റത്തിന് ഒരു സാധ്യതയുണ്ട്. നാസ്ഡാക്ക് മാർക്കറ്റ് സ്റ്റിൽ സ്ട്രോങ് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ USD CAD നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചായിരുന്നു, കൺസോളിഡേഷൻ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇതാണ് USD CAD. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അതിലും മുന്നത്തെ ആഴ്ച തന്നെ സൂചിപ്പിച്ചിരുന്നു കൺസോളിഡേഷൻ മാർക്കറ്റിനാണ് സാധ്യതയെന്ന്. ഇപ്പോൾ വരും ആഴ്ചയിലായാലും സ്റ്റിൽ ആ ഒരു ട്രെൻഡിൽ തന്നെ നിലനിൽക്കുക. അതേപോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ സ്റ്റിൽ സെൽ ട്രെൻഡിൽ തന്നെയാണ്. ബൈയിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. അതായത് ബോത്ത് സൈഡിലേക്ക് ഒരു മൊമെന്റത്തിന് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ കറണ്ട് സിറ്റുവേഷൻ ഫർദർ ആയിട്ടുള്ള, അതായത് കൂടുതൽ സെല്ലിലേക്ക് ഒരു സാധ്യത ഇനി ഈ ലോറെ താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയാൽ മാത്രമാണ്. അതായത് 23,050 23050 ഇതിന് താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയാലാണ് സാധ്യത. കൂടുതൽ ഫാളിന് സാധ്യത. പക്ഷെ ഇതിന്റെ മുകളിൽ നിലനിർത്താൻ ഇൻട്രാഡ ലെവലിൽ ബൈയിലേക്ക് നിലനിൽക്കുക. പക്ഷെ ഒരു പൊസിഷനിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി അല്ല. കാരണം ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൊമെന്റത്തിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബൈ ആൻഡ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷനും. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും സ്റ്റിൽ സെൽ ട്രെൻഡിൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു ലോ നിലനിൽക്കുന്നിടത്തോളം കാലം, അതായത് 47,950 ഈ ലോറെ താഴത്തേക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ലെവലിലേക്ക് നിലനിൽക്കാനൊരു സാധ്യതയുണ്ട്. ഈ ഒരു ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട്. അതായത് 49,500 ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. പക്ഷെ ഇതിന്റെ മുകളിൽ നിലനിർത്തിയാലും ബൈ സെന്റിമെന്റ് അല്ല. പക്ഷെ ബോത്ത് സൈഡിലേക്ക് ഒരു മൊമെന്റത്തിൽ തന്നെയാണ് സാധ്യത. കറണ്ട് സെന്റിമെന്റ് അതേ രീതിയിൽ മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതേപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണ് ഇനി ഫർദർ സെല്ലിലേക്കുള്ള ഒരു സാധ്യത. ഈ ലോറെ താഴത്തേക്കാണ്, അതായത് 22,320 താഴെയാണ് സപ്പോർട്ട് കാണുന്നത്. അതിന് താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയാലാണ് ഇനി ഫർദർ സെല്ലിലേക്കുള്ള ഒരു സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഫാളിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ഏതാണ്, സപ്പോർട്ട് ഏതാണ്, അതനുസരിച്ചാണ് നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിനെ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇപ്പൊ കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് നിഫ്റ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റുകൾ ചെയ്യും. അപ്പൊ എല്ലാ ദിവസത്തെ ഒരു വീഡിയോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ എല്ലാ ദിവസത്തെ വീഡിയോസും എല്ലാ ദിവസങ്ങളിലും ഒരു അപ്ഡേറ്റ് നൽകാനായിട്ട് സാധിക്കും. വീഡിയോ തന്നെ നൽകാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് 23,050 താഴെ കൃത്യമായിട്ട് സപ്പോർട്ടുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം 23,050 താഴത്തേക്ക് ക്ലോസ് ലെവൽ നിലനിർത്തിയാലാണ് ലോവർ ലെവലിലേക്ക് കൂടുതൽ വീക്ക്നെസ് കാണുന്നത്. പക്ഷേ ഈ ഒരു ലെവലിൽ മാനേജ് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഇൻ കേസ് ഇതിന്റെ താഴത്തേക്ക് വന്നാലും തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് കയറിയാൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 23,120 സപ്പോർട്ട് കാണുന്നത്. 23,120 അതേപോലെ തന്നെ 23,150 ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് ആണ്. ഈ റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് 150 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 120, ഈ 120 സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,300 ആണ്. 23,300 റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വരും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 300 മുകളിലേക്ക് തിരിച്ച് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് കവറിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. ഇൻട്രാഡേയിൽ ഷോർട്ട് കവറിംഗ് വരും. പക്ഷെ അടുത്ത റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യത കൂടുതലാണ്.
അപ്പൊ ഈ ഒരു ലെവലൊക്കെ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വരും ദിവസങ്ങളിലായാലും ഈ ഒരു ലെവല്, അതായത് ഈ ഒരു ലെവൽ വേറെ പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ല. ആദ്യത്തെ ഒരു 5 മിനിറ്റിന്റെ ഒരു ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ലെവലിൽ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഫ്ലാറ്റ് ഓപ്പണിംഗിലാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇൻ കേസ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള സപ്പോർട്ടിന്റെ താഴത്തേക്ക് നിലനിൽക്കണം. ഈ ഒരു ലെവലിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിഫ്റ്റി ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കാൻ 120 താഴെ സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ പിന്നെ റെസിസ്റ്റൻസ് കാണുന്നത് 23,400 തൊട്ട് താഴെയാണ്. 23,395 റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 23,300 റെസിസ്റ്റൻസിന്റെ മുകളിലായിരുന്നാലും 23,395 റെസിസ്റ്റൻസിന്റെ അടുത്തുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് കയറിയാൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അഗ്രസീവ് അല്ല ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിൽ സജഷൻ നടത്തുന്നില്ല. അതേപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നില്ല. റെസിസ്റ്റൻസിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെല്ലിന് മാത്രമാണ് വലിയൊരു ഗ്യാപ്പ് അപ്പിൽ സാധ്യത കൂടുതൽ. അപ്പൊ ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. ഹയർ ലെവലിലേക്ക് അടുത്ത റെസിസ്റ്റൻസ് 23,440 റെസിസ്റ്റൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിഫ്റ്റി ഇൻ കേസ് വരും ദിവസങ്ങളിൽ വരും ആഴ്ചകളിലായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ വരുന്നത് 23,300 റെസിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ 23,800 അടുത്ത് റെസിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ 24,000 മുകളിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറയുന്നതാണ്. ആ റെസിസ്റ്റൻസിന്റെ താഴെയാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. 24,050 താഴെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ വരും ആഴ്ചകളിലായാലും ഹ്യൂജ് വളർച്ചയിലേക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിൽ വരും ആഴ്ചകളിലായാലും ഈ റെസിസ്റ്റൻസുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇൻ കേസ് നിഫ്റ്റി ഒരു ബൈയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും, കൃത്യമായിട്ട് ഒരു അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ ഹയർ ലെവലിലേക്കൊക്കെ വരുന്ന ഒരു സമയത്ത് ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ബോത്ത് സൈഡിലേക്ക് ഒരു പ്രോബിലിറ്റിയിലേക്ക് ഒരു സാധ്യതയുള്ള ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ട് ഒരു ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും അത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻ കേസ് ഈ സപ്പോർട്ട് താഴത്തേക്ക് വന്നാലും തിരിച്ച് 48,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കാൻ 48,275 താഴെ 275 താഴെ വീക്ക്നെസ് ആണ്. 48,275 ഇതിന്റെ ഒരു താഴെയാണ് വീക്ക്നെസ് വരുന്നത്. ഇതിന്റെ താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവലിന്റെ മുകളിലേക്കൊക്കെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആണ്. ഇൻ കേസ് 48,500 മുകളിലേക്ക് തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 48,500 ഈ ലെവലിൽ അഗ്രസീവ് ആയിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടന്റ് നൽകുന്നില്ല. തിരിച്ച് 48,500 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈക്കാണ് കൂടുതൽ സാധ്യത. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യുക. ഇതിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി ഹയർ ലെവലിലേക്കുള്ള സ്ട്രോങ് റെസിസ്റ്റൻസ് 49,100, 48,980 ഈ ഒരു ലെവലാണ് സ്ട്രോങ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഇനി അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഉള്ള ഒരു സാധ്യത വരുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്, തൊട്ടടുത്ത് തന്നെയാണ് റെസിസ്റ്റൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈ ആൻഡ് ഹോൾഡ് എന്ന് പറയുന്ന രീതിയിൽ സജഷൻ നടത്തുന്നില്ല. ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 49,460, അതുപോലെ തന്നെ 49,540, 49,540 സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഏരിയയിൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. റെസിസ്റ്റൻസിന് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ 49,460 ഇതാണ് ഹയർ ലെവലിലെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത വരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു ക്ലോസിംഗ് ലെവലിൽ നമുക്കൊരു ബൈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പക്ഷെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നിഫ്റ്റി ഈ ഒരു ലെവല് കുറച്ച് സമയം ഹോൾഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു 2-3 സെക്ഷൻ ആയിട്ട് ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലെവൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാൻ പറയുന്നത്. കാരണം ട്രെൻഡ് സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ്. പക്ഷെ റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഹയർ ലെവൽ റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് വരും ആഴ്ചകളിൽ ഇമ്പോർട്ടൻസ് നൽകുക. കൃത്യമായിട്ട് നമുക്ക് ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷനും അത് തന്നെയാണ്. ഫിൻ നിഫ്റ്റി തിരിച്ച്, അതായത്
22,600 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇൻ കേസ് ഇതിന്റെ ഒരു താഴത്തേക്ക് വന്നാലും 600 മുകളിലേക്ക്, കാരണം ഇത് സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ കേസ് താഴത്തേക്ക് വന്നാൽ ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഫിനിറ്റിയുടെ സിറ്റുവേഷനിൽ ബൈരയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ 22,700 തൊട്ട് താഴെയാണ്. 22,690 എടുത്തിരിക്കുന്നത്, റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇൻ കേസ് ഇതിന്റെ മുകളിലേക്ക് പോയിട്ടായാലും തിരിച്ചിന്റെ താഴത്തേക്ക് വരുമ്പോൾ വീക്ക്നെസ് ആണ്. പക്ഷെ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൗൺസിന് സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് 22,820 റെസിസ്റ്റൻസ് ആണ്. 820ന്റെ മുകളിലേക്ക് ക്ലോസിംഗ് ലെവല് നിലനിർത്തണം. അടുത്തൊരു സെന്റിമെന്റിൽ കിട്ടണമെങ്കിൽ മുകളിലേക്ക്. അപ്പൊ അതിന് ശേഷമായാലും 22,960 ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്ന ഏരിയയിൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നത് തിരിച്ചു കയറുമ്പോൾ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് റൂൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.